കർത്താവ് തരുമെന്നുള്ള വിശ്വാസം നിന്റെ ചങ്കിയിലുണ്ടെങ്കിൽ നീ മുട്ടുമേ നിന്ന് ആ വിഷയത്തിന് വേണ്ടി ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും അവരവരുടേതായ ആവശ്യങ്ങൾക്ക് വേണ്ടി, നിയോഗങ്ങൾക്ക് വേണ്ടി മുട്ടുമേൽ നിന്ന് കരം വിരിച്ചു പിടിച്ച് കർത്താവിന്റെ സന്നിധിയിൽ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, നിങ്ങൾ ചോദിക്കുന്നത്, നിങ്ങൾ ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ ദൈവം സ്വർഗം തുറന്ന്, ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്ന് നിങ്ങൾക്ക് മുൻപിൽ ഇട്ട് തരും. കൈകൾ അടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തി അഭിഷേകത്തോടെ, ശക്തിയോടെ, ഇതാണ് കർത്താവിന്റെ സാന്നിധ്യം, ഇതാണ് കർത്താവിന്റെ പ്രവൃത്തി. യേശു അത്ഭുതങ്ങളുടെ ദൈവമാണ്. ദൈവമില്ലാത്തവന്, ദൈവ സ്നേഹമില്ലാത്തവന്, ദൈവത്തിൽ വിശ്വാസമില്ലാത്തവന്, ദൈവവചന ഹൃദയത്തിൽ ഇല്ലാത്തവന്, ദൈവത്തിൽ ആശ്രയിക്കാത്തവന്, ദൈവത്തോട് ചേർന്ന് നിൽക്കാത്തവന്, ദൈവത്തിന് വേണ്ടി ജീവിക്കാത്തവന്, അവന്റെ ജീവിതത്തിൽ അവൻ ഉണ്ട് എന്ന് കരുതുന്ന പലതും നാളെ അവന്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടാൻ അധിക സമയമൊന്നും വേണ്ട. അവന്റെ കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകാൻ അധിക നിമിഷമൊന്നും വേണ്ട. അനേകം തകർന്നു പോയവരെ, അനേകം പാപികളെ, കർത്താവിനെ വിശ്വസിക്കാത്തവരെ, നരകിച്ച് ജീവിക്കുന്നവരെ കർത്താവിന് വേണ്ടി നേടുന്ന വ്യക്തിത്വങ്ങളാക്കി, ജീവിതങ്ങളാക്കി കർത്താവ് നിങ്ങൾ ഉയർത്തും. കരങ്ങളടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തി. ഹല്ലേലൂയ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം 38-ാം തിരുവചനം. കർത്താവിന്റെ വചനം ഇവിടെ നമ്മളോട് പറയുകയാണ്, കർത്താവേ, അങ്ങനെ ഓർമ്മിച്ചിരിക്കുന്നുവല്ലോ, അങ്ങേ സ്നേഹിക്കുന്നവരെ അങ്ങ് ഒരു നാളും ഉപേക്ഷിക്കുന്നില്ലല്ലോ. ഒരു ഹല്ലേലൂയ പറയാം. ദാനിയേൽ പ്രവാചകൻ ഇത് പറയുന്നത് സിംഹക്കുഴിയിൽ കടന്നുകൊണ്ടാണ്. സിംഹങ്ങളുടെ വായിൽ നിന്ന് ദൈവം ദാനിയേൽ പ്രവാചകനെ രക്ഷിക്കുകയും, ദാനിയേലിന് വിശന്നപ്പോൾ ഹബക്കൂക്ക് പ്രവാചകനിലൂടെ ദാനിയേലിന് ആവശ്യമായ ഭക്ഷണവും നൽകി ദാനിയേലിനെ സംരക്ഷിച്ചു കഴിഞ്ഞപ്പോൾ നിറകണ്ണുകളോടെ ദാനിയേൽ കർത്താവിനെ സ്തുതിക്കുകയാണ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 14:38. ദൈവമേ, അങ്ങനെ ഓർമ്മിച്ചിരിക്കുന്നുവല്ലോ, അങ്ങയെ സ്നേഹിക്കുന്നവരെ അങ്ങ് ഒരിക്കലും ഉപേക്ഷിക്കുന്നില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. ഒരു ഹല്ലേലൂയ പറയാമോ? ശക്തിയോടെ പറയാമോ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതങ്ങൾ കർത്താവ് കാണുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരിക്കലും നമ്മളെ ഉപേക്ഷിക്കില്ല. ഈ ലോകത്തിലുള്ള ഒരു മനുഷ്യനെയും, അത് പാവപ്പെട്ടവനാവട്ടെ, സമ്പന്നനാവട്ടെ, അറിവുള്ളവനാകട്ടെ, ഇല്ലാത്തവനാകട്ടെ, ബലഹീനനാവട്ടെ, ബലമുള്ളവനാകട്ടെ, രോഗിയാവട്ടെ, ആരോഗ്യമുള്ളവരാകട്ടെ, തകർന്നവരോ തകർന്നവളോ നിങ്ങളാവട്ടെ, കർത്താവ് ഒരിക്കലും നമ്മളെ ഉപേക്ഷിക്കില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ശക്തിയോടെ പറഞ്ഞേ. നമ്മുടെ ദൈവം ഒരു നാളും നമ്മെ ഉപേക്ഷിക്കില്ല. നമ്മെ എന്നല്ല, ഈ ലോകത്തിലുള്ള ഒരു മനുഷ്യനെ പോലും കർത്താവ് ഉപേക്ഷിക്കുന്നില്ല എന്നതിൻ്റെ തെളിവാണ് ഓരോ ദിവസവും ലക്ഷക്കണക്കിന് മനുഷ്യർ ഈ ഭൂമിയിൽ ജനിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്രമാത്രം മനുഷ്യർ ദൈവത്തിൽ നിന്ന് പുറംതിരിഞ്ഞു, എത്രമാത്രം അഹങ്കാരത്തിന് അടിമയായി മനുഷ്യൻ ജീവിക്കുന്നു, എത്രമാത്രം സഭയെയും കൗദാശിക ജീവിതത്തെയും എല്ലാം പുച്ഛിച്ച് തള്ളി നിരീശ്വരവാദത്തിലും യുക്തിവാദത്തിലും മുഴുകി ജീവിക്കുന്ന മനുഷ്യർ എത്രമാത്രം സഭയെ പീഡിപ്പിക്കുന്നു, എത്രമാത്രം പ്രശ്നങ്ങളും ദുരിതങ്ങളുമാണ് മനുഷ്യരിലൂടെ ഈ ലോകം അനുഭവിക്കുന്നത്. എന്നിട്ടും ദൈവം, പ്രിയപ്പെട്ടവരെ, എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ആരെയും കൈവിടില്ല. നമ്മുടെ രണ്ട് കരങ്ങളും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിക്കുക. നമുക്ക് പറയാം, എൻ്റെ ദൈവം
എല്ലാവരും പറഞ്ഞു, എൻ്റെ ദൈവം. അല്പം കൂടി സ്വരം ഉയർത്തി, എൻ്റെ ദൈവം, എൻ്റെ യേശു എന്നെ ഒരു നാളും കൈവിടില്ല, ഉപേക്ഷിക്കില്ല, തള്ളിക്കളയില്ല. ഈ ലോകത്തിന് ഞാൻ വെറും ഒന്നുമല്ലാത്ത ഒരു വ്യക്തിയായിരിക്കാം. ഈ ലോകത്തിന്റെ മുൻപിൽ ഞാൻ ഒന്നുമല്ലാത്തവനായിരിക്കാം, ഒരു കഴിവുമില്ലാത്തവരായിരിക്കാം, ആർക്കും വേണ്ടാത്തവരായിരിക്കാം. എന്നാൽ എൻ്റെ ദൈവത്തിന്, എൻ്റെ യേശുവിന്, എൻ്റെ കർത്താവിന് എന്നെ ആവശ്യമുണ്ട്. എൻ്റെ ദൈവം എന്നെ ഉപേക്ഷിക്കില്ല, എൻ്റെ ദൈവം എന്നെ കുറ്റപ്പെടുത്തില്ല, എൻ്റെ ദൈവം എന്നെ തള്ളിക്കളയില്ല. എൻ്റെ യേശു ഞാൻ ഇന്ന് അനുഭവിക്കുന്ന സകല പ്രശ്നങ്ങൾക്കും ഉത്തരം നൽകും. എൻ്റെ രോഗത്തിന് എൻ്റെ യേശു മരുന്നാണ്, എൻ്റെ പ്രശ്നത്തിന് എൻ്റെ യേശു പരിഹാരമാണ്. ഞാൻ അനുഭവിക്കുന്ന വേദനകൾക്ക്, പ്രതിസന്ധികൾക്ക് എൻ്റെ യേശു മറുപടി നൽകും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് മറുപടി തരാൻ വേണ്ടി പോവാ. പ്രിയപ്പെട്ടവരെ, കരങ്ങൾ ഉയർത്തി കർത്താവിനൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിന്റെ അത്ഭുത ശക്തി കർത്താവ് കൂട്ടായ്മയുടെ മേൽ വ്യാപരിക്കട്ടെ. അങ്ങയുടെ സാന്നിധ്യം നിറയപ്പെടട്ടെ, അങ്ങയുടെ ആത്മശക്തി നിറയപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ, ഈശോ, ഈശോ. ആരാധന, 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 ആരാധന. പരിശുദ്ധാത്മാവേ, ഈശോ. കൈകളടിച്ച് ദൈവത്തെ ആരാധിക്കുന്നു എല്ലാവരും. പരിശുദ്ധാത്മാവേ പാടിയേ. ഈശോ, ദൈവത്തിന്റെ ആത്മാവേ, കൂടാരത്തിലേക്ക്, ആലയത്തിലേക്ക് ദൈവത്തിന്റെ സാന്നിധ്യം നിറയപ്പെടട്ടെ. അതിരുകളില്ലാതെ അനന്തമായ കർത്താവിന്റെ സ്നേഹം, അനന്തമായ കർത്താവിന്റെ കരുണ ഈ ദൈവജനത്തെ പൊതിയട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ, ആത്മാവിൽ കൈയടിച്ച് ആരാധിച്ച് എല്ലാ മക്കളും ദൈവത്തിന്റെ സാന്നിധ്യം പെരുമഴ പോലെ പെയ്തിറങ്ങുന്ന സമയം, അഭിഷേകത്തിന്റെ സമയം. ഓ, എല്ലാ മക്കളുടെ ശിരസ് മുതൽ ഉള്ളങ്കാല് വരെ ദൈവത്തിന്റെ സാന്നിധ്യം ചലിക്കപ്പെടട്ടെ. ആത്മാവിന്റെ അഭിഷേകം പകരപ്പെടട്ടെ. Please, Holy Spirit. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ, കവിഞ്ഞൊഴു. രണ്ട് കരങ്ങൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ച് ദൈവാത്മാവിന്റെ സാന്നിധ്യം അതിരുകളില്ലാതെ നമ്മുടെ മേല്, നമ്മുടെ കുടുംബത്തിന്റെ മേല്, പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിന്റെ മേല് ദൈവത്തിന്റെ സാന്നിധ്യം ഇതുവരെ വെളിപ്പെടാത്ത വിധത്തില് സ്വർഗം തുറന്ന് കർത്താവിന്റെ സാന്നിധ്യം പെരുമഴ പോലെ ഇവിടെ പെയ്തുറങ്ങട്ടെ, തീ പോലെ ഇവിടെ കത്തി പടരട്ടെ. പരിശുദ്ധ റൂഹ വീശട്ടെ, പരിശുദ്ധാത്മാവിന്റെ കാറ്റ് ഈ സമൂഹത്തിന്റെ മേല് വീശി അടിക്കട്ടെ. തിന്മയുടെ സ്വാധീനങ്ങള്, നാരകീയ ശക്തികള്, അന്ധകാര സേനകള്, പൈശാചിക വ്യൂഹങ്ങള്, അവരുടെ പ്രവർത്തനങ്ങള്, ആക്രമണങ്ങള്, പീഡനങ്ങള്, ഉപദ്രവങ്ങള്, തടസ്സപ്പെടുത്തലുകള്, ഇങ്ങനെയുള്ള തിന്മയുടെ നാരകീയ ശക്തികളുടെ സകല വിധത്തിലുള്ള സ്വാധീനങ്ങളെ, പ്രവൃത്തികളെ റോമ 16:20 മലാക്കി 4:3 വചനത്താൽ യേശുനാമത്തിൽ ബന്ധിച്ച്
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ലൂക്കാ 10:19, 2 മക്കബാർ 8:18, വെളിപാട് 12:11 വചനത്താൽ യേശുവിന്റെ രക്തത്തിൽ ബഹിഷ്കരിക്കുന്നു, നിർവീര്യമാക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവിന്റെ സാന്നിധ്യം നിറയപ്പെടട്ടെ. പരിശുദ്ധാത്മ അഭിഷേകം ഈ കൂട്ടായ്മയുടെ മേല്, ഈ സമൂഹത്തിന്റെ മേല്, ദൈവജനത്തിന്റെ മേല് ആഞ്ഞടിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ 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 പരിശുദ്ധാത്മാവേ, കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ, തിരുസഭയ്ക്ക് വേണ്ടി നിലകൊള്ളുവാൻ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഞങ്ങളുടെ വിശ്വാസത്തെ ഉറപ്പിച്ച് നിർത്തണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാവരും അതരം സ്തുതിച്ചേ. ദൈവത്തിന്റെ സാന്നിധ്യം അധികമായ അളവിൽ കർത്താവ് തന്റെ സാന്നിധ്യം ദൈവജനത്തിന്റെ മേല് പകരുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നിറയപ്പെടട്ടെ സകല മക്കളും കർത്താവിന്റെ സാന്നിധ്യത്താൽ നിറയപ്പെടട്ടെ. അങ്ങയുടെ സാന്നിധ്യം പകരപ്പെടട്ടെ. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സകല മക്കളുടെ മേലും ഇപ്പോൾ കർത്താവിന്റെ ശക്തി ഇപ്പോൾ നിറയപ്പെടട്ടെ. റിലീസ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ഈശോ, ആരാധന ഈശോയെ സ്തുതി, ഈശോയെ പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. നിറഞ്ഞു കവിയണമേ. കവിഞ്ഞൊഴുകണമേ. നമ്മുടെ കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് പിടിക്കാം. ഈശോയെ, കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാം. കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ പൊതിയുകയാണ്. കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റുന്ന മക്കളാണ്. കർത്താവിനെ മനം തുറന്ന് സ്തുതിച്ചു. കർത്താവിന് വേർതിരിവില്ല പ്രിയപ്പെട്ടവരെ. ദരിദ്രനെയും ധനവാനായും ഒരുപോലെ സ്നേഹിക്കുന്ന കർത്താവ്. വിശ്വാസിയും അവിശ്വാസിയും ഒരുപോലെ സ്നേഹിക്കുന്ന കർത്താവ്. പാപിയെയും രോഗിയെയും ഒരുപോലെ സ്നേഹിക്കുന്ന കർത്താവ്. തകർന്നവരെയും തളർന്നവരെയും ഒരുപോലെ സ്നേഹിക്കുന്ന കർത്താവ്. ബലവാനെയും ബലഹീനനെയും ഒരുപോലെ സ്നേഹിക്കുന്ന കർത്താവ്. നമ്മെ സ്നേഹിക്കുന്നു, നിന്നെ സ്നേഹിക്കുന്നു, ഈ ലോകത്തെ സ്നേഹിക്കുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം തിരുവചനം. തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അല്ലയോ പ്രിയ കുഞ്ഞെ, നിന്റെ കണ്ണുനീര് നിന്റെ ജീവിതത്തിൽ അവസാനിക്കാനുള്ളതല്ല. നിന്റെ ഈ ദുഃഖം നിന്നെ കാർന്നു നിന്നാനുള്ളതല്ല. നീ തകർന്നു പോകേണ്ടവരല്ല. കർത്താവ് നിന്റെ കൂടെ. ആ കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു. എത്ര പാപത്തിൽ വീണ വ്യക്തിയാണെങ്കിലും, എത്ര വലിയ തകർച്ചയിലൂടെ പോയവരാണെങ്കിലും യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. ആ കർത്താവിനെ സ്നേഹിക്കുക. നീ ബലവാനാണെങ്കിലും, നീ ബലഹീനനെങ്കിലും, നീ ആയിരുന്നാലും ദൈവം
നിന്നെ സ്നേഹിക്കുന്നു. നീ ബലവാനാണെങ്കിലും നീ ബലഹീനനെങ്കിലും നീ ആരായിരുന്നാലും ദൈവം നിന്നെ സ്നേഹിക്കുന്നു. ഈശോ, നമ്മൾ പാപിയാണെങ്കിൽ, രോഗം നമ്മളെ തളർത്തുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് നമ്മളെ തൊട്ടാൽ നമ്മുടെ ജീവിതങ്ങളും മാറും. ഈ രോഗം നിന്റെ ജീവിതം തീരാനുള്ളതല്ല. കർത്താവ് വിചാരിച്ചാൽ ഈ രോഗം മാറാവുന്നതേ ഉള്ളൂ. വിശ്വസിക്ക്, വിശ്വാസത്തോടെ പ്രാർത്ഥിക്ക്. ഇന്ന്, ഇപ്പോൾ, ഈ നിമിഷം ഒരു അത്ഭുതം കർത്താവ് നിന്റെ ജീവിതത്തിൽ ചെയ്യും. നീ പാപിയാണെങ്കിലും നീ രോഗിയാണെങ്കിലും നീ ആയിരുന്നാലും ദൈവം നിന്നെ സ്നേഹിക്കുന്നു. നീ പാപിയാണെങ്കിലും നീ രോഗിയാണെങ്കിലും നീ ആരായിരുന്നാലും ദൈവം നിന്നെ സ്നേഹിക്കുന്നു. നമ്മൾ ഒരു പക്ഷേ വിശ്വാസിയായിരിക്കാം, ചിലപ്പോൾ നമ്മൾ അവിശ്വാസിയായിരിക്കാം. എത്ര പ്രാർത്ഥിച്ചിട്ടും ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അവിശ്വാസത്തോടെ ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. എങ്കിലും ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. ഈശോ നമ്മെ സ്നേഹിക്കുന്നു. രണ്ട് കരങ്ങൾ ഉയർത്തി കർത്താവിന്റെ സ്നേഹം അനുഭവിച്ച് കർത്താവിനൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ സ്നേഹം എത്രമാത്രം വലുതാണ്. ആരെല്ലാം ഉപേക്ഷിച്ചാലും ഞങ്ങൾ ഉപേക്ഷിക്കാത്ത ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ, ഈശോ, ഈശോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് നമ്മളെല്ലാവരും യോഗ്യരായിരിക്കുവാൻ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. വിശ്വാസത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. കരങ്ങൾ വീശി പറഞ്ഞേ ഹല്ലേലൂയ. കരങ്ങൾ അടിച്ചുകൊണ്ട് 3 ഹല്ലേലൂയ പറഞ്ഞേ. കൈകൾ അടിച്ച് പ്രൈസ് ദി ലോർഡ്. നമുക്ക് ശാന്തമായിരിക്കാം.